ഹായ്, എല്ലാവർക്കും ട്യൂഷൻ അക്കാദമി സ്റ്റൈൽ PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിനോണിംസ് ആണ് കേട്ടോ. 2021 മുതൽ 2025 വരെ PSC പരീക്ഷകളിൽ ആവർത്തിച്ച് വരുന്ന സിനോണിംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ കുറച്ചധികം സിനോണിംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ക്ലാസ് കണ്ട് പഠിച്ചു പോവുക. ടൈമില്ല, എക്സാമിന് ടൈം വളരെ കുറവാണ്. ഓക്കെ, തുടങ്ങാം. എബാൻഡൻ എന്ന് പറഞ്ഞാൽ എന്താ? എബാൻഡൻ എന്ന് പറഞ്ഞാൽ ലീവ് ഫോർ സേക്ക്, ഉപേക്ഷിക്കുക. ലീവ് ഓർ ഫോർ സേക്ക്. ഓക്കെ, എബാൻഡൻ ഉപേക്ഷിക്കുക. ഇനി അബ്രിവിയേറ്റ് എന്താടാ? ഷോർട്ട് ആൻഡ് കണ്ടൻസ്, ചുരുക്കുക. അബ്രിവിയേറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻഡ് കണ്ടൻസ്, ചുരുക്കുക. ഇനി എബൻഡൻ്റ് എന്താടാ? പ്ലെൻറ്റിഫുൾ, ആമ്പിൾ, ധാരാളമായി. എബൻഡൻ്റ് എന്താണ്? പ്ലെൻറ്റിഫുൾ, ആമ്പിൾ, ധാരാളമായി. ഇനി അഡ്വേഴ്സിറ്റി എന്താ? മിസ് ഫോർച്യൂൺ, ഹാർഡ്ഷിപ്പ്, ദുരനുഭവം. അപ്പോൾ അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മിസ് ഫോർച്യൂൺ, ഹാർഡ്ഷിപ്പ്, ദുരനുഭവം. അമിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്ലി, കോർഡിയൽ. കോർഡിയൽ, ഫ്രണ്ട്ലി. അമിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അമിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട്ലി, കോർഡിയൽ, സൗഹൃദപരമായ. ഇനി ഒതൻറ്റിക് എന്താടാ? ഒതൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒതൻറ്റിക് എന്ന് പറഞ്ഞാൽ ജെന്യുവൻ, റിയൽ. ഓക്കെ, ഒതൻറ്റിക് എന്ന് പറഞ്ഞാൽ ജെന്യുവനായ, റിയലായ, യഥാർത്ഥമായ കേട്ടോ. യഥാർത്ഥമായ എന്നാണ് അർത്ഥം. ജെന്യുവനിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്വഭാവമുള്ള ആളല്ല ജെന്യുവനിറ്റി. ഓക്കെ, ബെനവലൻ്റ് പറഞ്ഞാൽ എന്താണ്? കൈൻഡ്, ജനറസ്, ദയാലുവായ. ബെനവലൻ്റ് പറഞ്ഞാൽ കൈൻഡ്, ജനറസ്, ദയാലുവായ, ഉദാരമനസ്കനായ, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഇനി ബ്രീഫ് എന്താണ്? ഷോർട്ട്, കൺസൈസ്, ചുരുങ്ങിയ. ബ്രീഫായിട്ടല്ലേ? ബ്രീഫായിട്ട്, ചുരുങ്ങിയ. ചുരുക്കത്തിൽ എഴുതുക. ഒരു പാരഗ്രാഫ് ബ്രീഫായിട്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ചുരുങ്ങിയ. കാൻഡിഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഫ്രാങ്ക്, ഹോണസ്റ്റ്, തുറന്ന് പറയുന്ന. ഫ്രാങ്ക് ആണല്ലേ? ഫ്രാങ്ക്, ഹോണസ്റ്റ്, തുറന്ന് പറയുന്ന, കാൻഡിഡ്. ഇനി കോഷ്യസ് എന്താടാ? കെയർഫുൾ, വിജിലൻ്റ്, ജാഗ്രതയുള്ള അല്ലേ? ജാഗ്രതയുള്ള. കോഷ്യസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ, വിജിലൻ്റ്, ജാഗ്രതയുള്ള. ഇനി ചൈൽഡ് എന്താണ്? സ്കോൾഡ്, റബ്യൂക്ക്, വഴക്ക് പറയുക. സ്കോൾഡ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കോൾഡ്, റബ്യൂക്ക്, വഴക്ക് പറയുക. ഇനി കവറേജ് എന്താ? ബ്രൈവറി, വാല്യുവർ. ബ്രൈവറി, വാല്യുവർ, ധീരത. കവറേജ് എന്താണ്? ബ്രൈവറി, വാല്യുവർ, ധീരത. ഇനി ഡിസപ്റ്റീവ് എന്താ? മിസ്ലെഡിങ്, ഫ്രോഡുലൻറ്റ്, വഞ്ചനാപരമായ. ഡിസപ്റ്റീവ് എന്ന് പറഞ്ഞാൽ മിസ്ലെഡിങ്, ഫ്രോഡുലൻറ്റ്, വഞ്ചനാപരമായ. ഇനി ഡിലിജൻ്റ് എന്താണ്? ഹാർഡ് വർക്കിംഗ്, അസിഡുവസ്, പരിശ്രമശാലിയായ. ഡിലിജൻ്റ് എന്താണ്? ഹാർഡ് വർക്കിംഗ്, അസിഡുവസ്, പരിശ്രമശാലിയായ. ഇലോക്വൻ്റ് എന്താണ്? ഫ്ലുവൻ്റ്, പെർസ്യൂസീവ്, ചാതുരിയുള്ള. ഇലോക്വൻ്റ് എന്താണ്? ഫ്ലുവൻ്റ്, പെർസ്യൂസീവ്. അതേപോലെ തന്നെ ടോക്കറ്റീവ് എന്നും കൂടെ പറയും കേട്ടോ. ഇലോക്വൻ്റ് പറഞ്ഞാൽ ഫ്ലുവൻ്റ് ആണ്, പെർസ്യൂസീവ് ആണ്. ഓക്കെ, വാക്ക് ചാതുരിയുള്ള. ഇനി എമുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമിറ്റേറ്റ്, ഫോളോ, അനുകരിക്കുക അല്ല. എമുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമിറ്റേറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, അനുകരിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എനോർമസ്, ഹ്യൂജ് ആണ്, ജിഗാൻറ്റിക് ആണ്, ഭീമാകാരമായ. എനോർമസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ്, ജിഗാൻറ്റിക് ആണ്, ഭീമാകാരമായ. ഈ ഫ്രാഗൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വീക്ക്, ബ്രിറ്റൽ, പെട്ടെന്ന് ഉടയുന്ന, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന, പെട്ടെന്ന് ബ്രോക്കൺ ആവുന്ന. ഓക്കെ, അപ്പോൾ ഫ്രാജൈലിൻ്റെ ഇതെന്താ വരിക? ഓപ്പോസിറ്റ് സ്ട്രോങ് ആണ് വരിക. ഫ്രാജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വീക്ക്, ബ്രിറ്റിൽ കേട്ടോ. ബ്രിറ്റിൽ, പെട്ടെന്ന് ഉടയുന്ന. ഇനി ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്കണോമിക്കൽ, ത്രിഫ്റ്റി, മിതവ്യമുള്ള, പിശുക്ക് എന്നൊക്കെ പറയാം. ത്രിഫ്റ്റി, ഫ്രൂഗൽ കേട്ടോ. എക്കണോമിക്കൽ, ത്രിഫ്റ്റി. ഇനി ജെന്യുവൻ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ, ഒതൻറ്റിക്, യഥാർത്ഥമായ. നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ? ജെന്യുവൻ എന്ന് പറഞ്ഞാൽ, ഒതൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ജെന്യുവൻ, റിയൽ ആണെന്ന് നേരത്തെ പഠിച്ചു. ഇപ്പോൾ ഇവിടെ ജെന്യുവൻ എന്ന് പറഞ്ഞാൽ റിയൽ, ഒതൻറ്റിക്, യഥാർത്ഥമായ. ഇനി ഗള്ളിബിൾ, നെയ്വ്, ട്രസ്റ്റിംഗ്, പെട്ടെന്ന് വഞ്ചിതനാകുന്നു. ഗള്ളിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നെയ്വ്, ട്രസ്റ്റിംഗ്, പെട്ടെന്ന് വഞ്ചിതനാകുന്ന. ഗള്ളിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നെയ്വ്, ട്രസ്റ്റിംഗ്, പെട്ടെന്ന് വഞ്ചിതനാകുന്ന. ഹോട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അറോഗൻ്റ്, പ്രൗഡ്, അഹങ്കാരമുള്ള. ഓട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അറോഗൻ്റ്, പ്രൗഡ്, അഹങ്കാരമുള്ള. ഓട്ടി എന്ന് പറഞ്ഞാൽ അറോഗൻ്റ്, പ്രൗഡ്, അഹങ്കാരമുള്ള. അസാഡോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേഞ്ചറസ്, റിസ്കി. അസാഡോസ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ഡേഞ്ചറസ് ആണ്, റിസ്കിയാണ്, അപകടകരമായ. ഹംബിൾ എന്താണ്? മീക്ക്, മോഡസ്റ്റ്, വിനയമുള്ള. ഹംബിൾ എന്താടാ?
മീക്ക് മോഡസ്റ്റ് വിനയമുള്ള. ഇനി ഇമ്മാക്കുലേറ്റ് എന്താണ്? പ്യുവർ സ്പോട്ട്ലെസ്, പ്യുവറാണ്. ഇമ്മാക്കുലേറ്റ് കളങ്കമില്ലാത്ത, പ്യുവർ സ്പോട്ട്ലെസ്. ഇമ്മാക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ സ്പോട്ട്ലെസ്, കളങ്കമില്ലാത്ത. ഇനി ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മോട്ടിവേഷൻ, എൻകവറേജ്മെൻറ്റ്, പ്രചോദനം. ഇൻസെൻറ്റീവ്, മോട്ടിവേഷൻ, എൻകവറേജ്മെൻറ്റ്, പ്രചോദനം. നമുക്ക് PSC പഠിക്കാൻ ഇൻസെൻറ്റീവ് ഒക്കെ വേണമല്ലേ? മോട്ടിവേഷൻ വേണം, എൻകവറേജ്മെൻ്റ് ഒക്കെ വേണം. അതെന്താണ്? ഇൻസെൻറ്റീവ്, മോട്ടിവേഷൻ, എൻകറേജ്മെൻറ്റ്. എന്താണ് അർത്ഥം? പ്രചോദനം. ഇനി ഇൻസോളൻ്റ്, റൂഡ്, ഡിസ്റെസ്പെക്റ്റ്ഫുൾ, മര്യാദയില്ലാത്ത. ഇൻസോളൻ്റ് പറഞ്ഞാൽ റൂഡ്, ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആണ്. ഓക്കെ. ഇനി ജുബിലൻ്റ് എന്താണ്? ഓവർ ജോയിഡ്, ട്രിംഫാൻറ്റ്, ആഹ്ലാദഭരിതമായ. ജുബിലൻ്റ് എന്ന് പറഞ്ഞാൽ ഓവർ ജോയിഡ്, ട്രിംഫാൻറ്റ്, ആഹ്ലാദഭരിതമായ. ജുബിലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവർ ജോയിഡ് അല്ലേ? അത്യാഹ്ലാദം. ട്രിംഫാൻറ്റ് എന്ന് പറഞ്ഞാൽ ആഹ്ലാദഭരിതമായ അർത്ഥമാണ് വരുന്നത് ജുബിലൻ്റ്. ഓക്കെ. ജ്ഞാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടാലൻറ്റ്, സ്കില്ല്. സ്കില്ല് എന്ന് പറഞ്ഞാൽ നൈപുണ്യം, കഴിവ്. ജ്ഞാക്ക്. ഓക്കെ. ടാലൻറ്റ്. ജ്ഞാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടാലൻറ്റ്, സ്കില്ല്. ഇനി ലിത്താർജിക് എന്ന് പറഞ്ഞാൽ എന്താ? ലേസി, സ്ലഗ്ഗിഷ്. ലിത്താർജിക് എന്ന് പറഞ്ഞാൽ എന്താ? ലേസി, സ്ലഗ്ഗിഷ്, മടിയുള്ള. ലേസി, സ്ലഗ്ഗിഷ്, മടിയുള്ള. ഇനി ലോക്കോഷ്യസ്, ടോക്കറ്റീവ്, ഗ്യാറുലസ്, വായാടിയായ. ലോക്കോഷ്യസ്, ടോക്കറ്റീവ്, ഗ്യാറുലസ്, വായാടിയായ. ലോക്കോഷ്യസ്, ടോക്കറ്റീവ്, ഗ്യാറുലസ്, വായാടിയായ. ലൂസിഡ് എന്താണ്? ക്ലിയർ ആണ്, അണ്ടർസ്റ്റാൻഡബിൾ ആണ്, വ്യക്തമായിട്ട് മനസ്സിലാവുന്ന തരത്തിലുള്ളതാണ്. ലൂസിഡ് എന്താണ്? ക്ലിയർ ആണ്, അണ്ടർസ്റ്റാൻഡബിൾ ആണ്, മനസ്സിലാവുന്ന തരത്തിലുള്ളതാണ് ലൂസിഡ്. ഇനി മേഗർ എന്ന് പറഞ്ഞാൽ എന്താ? സ്കാൻറ്റി, സ്മോൾ, പരിമിതമായ. മേഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കാൻറ്റി, സ്മോൾ, പരിമിതമായ. ഇനി മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ, പ്രിസൈസ്, സൂക്ഷ്മതയുള്ള. മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ, പ്രിസൈസ്, സൂക്ഷ്മതയുള്ള. ഇനി നെബുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഗ്യു, ക്ലൗഡി, അവ്യക്തമായ. നെബുലസ് ഒരു മേഘാവൃതമായ അല്ലേ? ക്ലൗഡി, അവ്യക്തമായ. നെബുലസ്. ഓക്കെ. വാഗ്യു. ഓക്കെ. ഇനി ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? അൺക്ലിയർ, വാഗ്യു, അസ്പഷ്ടമായ. ഓക്കെ. ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിയർ അല്ലാത്ത കേട്ടോ. ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലാത്ത. എന്താണ്? നെബുലസ് എന്ന് പറഞ്ഞാൽ ക്ലൗഡി, അവ്യക്തമായ. ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റബോൺ ആണ്, അഡാമൻറ്റ്, വാശിയുള്ള. ഒബ്സ്റ്റിനേറ്റ്, സ്റ്റബോൺ, അഡാമൻറ്റ്, വാശിയുള്ള. ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റബോൺ, അഡാമൻറ്റ്, വാശിയുള്ള. ഇനി ഓമിനസ് എന്താണ്? ഓമിനസ് ത്രെട്ടനിങ്, മെനാസിങ്, അശുഭസൂചകമായി. ത്രെട്ടനിങ് ചെയ്യുന്നതാണ് ഭീഷണിപ്പെടുത്തല്ല. ഒമിനസ്, ത്രെട്ടനിങ്, മെനാസിങ്, അശുഭസൂചകമായ. ഒമിനസ്, ത്രെട്ടനിങ്, മെനാസിങ്, അശുഭസൂചകമായ. ഇനി പെൻസീവ് എന്താണ്? തോട്ട്ഫുൾ, റിഫ്ലക്റ്റീവ്. പെൻസീവ് എന്താണ്? തോട്ട്ഫുൾ, റിഫ്ലക്റ്റീവ്, ചിന്താമഗ്നനായ. പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? തോട്ട്ഫുൾ, റിഫ്ലക്റ്റീവ്, ചിന്താമഗ്നനായ. പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? തോട്ട്ഫുൾ, റിഫ്ലക്റ്റീവ്, ചിന്താമഗ്നനായ. ഈ പ്ലാസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാം, പീസ്ഫുൾ, ശാന്തമായ. പ്ലാസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാം, പീസ്ഫുൾ, ശാന്തമായ. പ്ലാസിഡ് എന്താണ്? കാം, പീസ്ഫുൾ, ശാന്തമായ. പ്രിസൈസ് എന്താ? അക്യുറേറ്റ്, എക്സാക്റ്റ്, കൃത്യമായിട്ടില്ല. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ അക്യുറേറ്റ്. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്യുറേറ്റ്, എക്സാക്റ്റ്, കൃത്യമായ. ഇനി പ്രുഡൻറ്റ് എന്താണ്? വൈസ്, കോഷ്യസ്, വിവേകമുള്ള. പ്രുഡൻറ്റ് എന്താണ്? വൈസ്, കോഷ്യസ്, വിവേകമുള്ള. ക്വാൻറ്റ് എന്താണ്? സ്ട്രെയിഞ്ച് ആണല്ല. ക്വാൻറ്റ് എന്താണ്? സ്ട്രെയിഞ്ച്, ഓൾഡ് ഫാഷൻഡ്, വിചിത്രമായ. ഓക്കെ. സ്ട്രെയിഞ്ച്. ക്വാൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിഞ്ച്, ഓൾഡ് ഫാഷൻഡ്, വിചിത്രമായ. ഈ റിലക്റ്റൻ്റ് എന്താണ്? അൺവില്ലിങ് ആണ്, ഹെസിറ്റൻ്റ് ആണ്, മടിയുള്ള, വിമുഖതയുള്ള. റിലക്റ്റൻ്റ് എന്താണ്? അൺവില്ലിങ് ആണല്ലേ? സമ്മതിക്കാനൊക്കെ ഒരു മടിയുള്ള, അൺവില്ലിങ്, ഹെസിറ്റൻ്റ്. ഓക്കെ. റിലക്റ്റൻ്റ് പറഞ്ഞാൽ അൺവില്ലിങ്, ഹെസിറ്റൻ്റ്, മടിയുള്ള, വിമുഖതയുള്ള. ഇനി റെസിലിയൻ്റ് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്, സ്ട്രോങ് ആണ്. റെസിലിയൻ്റ് എന്താണെടാ? ഫ്ലെക്സിബിൾ ആണ്, സ്ട്രോങ് ആണ്, തിരിച്ചു പിടിക്കാൻ ശേഷിയുള്ള. ഓക്കെ. റെസിലിയൻ്റ് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ, സ്ട്രോങ്, തിരിച്ചു പിടിക്കാൻ ശേഷിയുള്ള. സ്കാൻഡി എന്താണ്? ലിമിറ്റഡ്, ഇൻഎഡിക്കേറ്റ്, കുറഞ്ഞ. സ്കാൻഡി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ്, ഇൻഎഡിക്കേറ്റ്. എഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യത്തിന് എന്നാണല്ലേ. അപ്പോൾ സ്കാൻഡി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ്, ഇൻഎഡിക്കേറ്റഡ് ആണ്, അതായത് കുറഞ്ഞ. സ്പ്യൂരിയസ് എന്താ? ഫോൾസ്, ഫേക്ക്, വ്യാജമായ. സ്പ്യൂരിയസ് എന്താടാ? ഫാൾസ്, ഫേക്ക്, വ്യാജമായ. സ്പ്യൂരിയസ്, ഫാൾസ്, ഫേക്ക്, വ്യാജമായ. ഇനി ടെനാഷ്യസ് എന്താ? പേഴ്സിസ്റ്റൻറ്റ്,
ഡിറ്റർമൈൻഡ് ഉറച്ചു നിൽക്കുന്ന. ടെനാഷ്യസ് എന്താണ്? പേഴ്സിസ്റ്റൻറ്റ്, ഡിറ്റർമൈൻഡ് ഉറച്ചു നിൽക്കുന്ന. ടെനാഷ്യസ് എന്താണ്? പേഴ്സിസ്റ്റൻറ്റ്, ഡിറ്റർമൈൻഡ് ഉറച്ചു നിൽക്കുന്ന. ട്രിവിയൽ എന്താണ്? അൺഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസിഗ്നിഫിക്കൻ്റ് നിസ്സാരമായ. അൺഇമ്പോർട്ടൻ്റ് അതാണ് ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഇമ്പോർട്ടൻറ്റ്, ഇൻസിഗ്നിഫിക്കൻ്റ് നിസ്സാരമായ. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഇമ്പോർട്ടൻറ്റ്, ഇൻസിഗ്നിഫിക്കൻ്റ്, അതായത് അൺഇമ്പോർട്ടൻ്റ് ആണ്, അത്ര പ്രാധാന്യമുള്ളതൊന്നല്ല, നിസ്സാരമായതാണ്. ഓക്കെ. ഈ ഉബിക്വിറ്റസ് എന്ന് പറഞ്ഞാൽ എവ്രിവെയർ, ഓംനി പ്രസൻറ്റ്, എല്ലായിടത്തുമുള്ള. ഉബിക്വിറ്റസ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞിരുന്നില്ല, എവ്രിവെയർ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓംനി പ്രസൻറ്റ് ആരാണ്? എല്ലായിടത്തും ഉള്ളത് ഗോഡാണല്ലേ. ഓക്കെ. യുബിക്വിറ്റസ്, എവ്രിവെയർ, ഓംനി പ്രസൻറ്റ്. ഈ വാനിഷ് എന്താണ്? വാനിഷ് ആയി പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസപ്പിയർ ആയി പോവുക, ഫെയ്ഡ് ആയി പോവുക. ഓക്കെ. വാനിഷ്, ഡിസപ്പിയർ. എന്താണ്? അപ്പിയർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക, ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്രത്യക്ഷമാവുക. ഓക്കെ. ഫെയ്ഡ്, വാനിഷിന് ഫെയ്ഡ് എന്നുള്ളൊരു സിനോണിമും കൂടെ ഉണ്ട് കേട്ടോ. ഈ വൈബ്രൻ്റ് എന്താണ്? എനർജറ്റിക് ആണ്, ലൈവ്ലി ആണ്, ഊർജ്ജസ്വലമായ. വൈബ്രൻ്റ് എന്ന് പറഞ്ഞാൽ എനർജറ്റിക്, ലൈവ്ലി. ഓക്കെ. ഊർജ്ജസ്വലമായ, വൈബ്രൻ്റ്. ഇനി വിജിലൻ്റ് എന്ന് പറഞ്ഞാൽ വാച്ച്ഫുൾ ആണ്, അലേർട്ട്, ജാഗ്രതയുള്ള. വിജിലൻ്റ് എന്ന് പറഞ്ഞാൽ വാച്ച്ഫുൾ ആണ്, അലേർട്ട് ആണ്, എപ്പോഴും അലേർട്ടായിരിക്കുക എന്ന് അറിയില്ലേ. വിജിലൻറ്റ്, ജാഗ്രതയുള്ള. ഇനി വാരി എന്താണ്? വാച്ച്ഫുൾ, അലേർട്ട്. വാരി എന്ന് പറഞ്ഞാലും ശ്രദ്ധയുള്ള, വാച്ച്ഫുൾ, അലേർട്ട്. ഇനി വോൾസം എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്തി, ന്യൂട്രീഷ്യസ്. വോൾസം എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്തി, ന്യൂട്രീഷ്യസ്, ആരോഗ്യപ്രദമായ. വോൾസം എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്തി, ന്യൂട്രീഷ്യസ്, ആരോഗ്യപ്രദമായ. യേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസയർ, ലോങ് ഫോർ, ആഗ്രഹിക്കുക. യേൺ എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹിക്കുക, ഡിസയർ, ലോങ് ഫോർ. ഓക്കെ. യേൺ എന്ന് പറഞ്ഞാൽ ഡിസയർ, ലോങ് ഫോർ, ആഗ്രഹിക്കുക. സീലസ് എന്ന് പറഞ്ഞാൽ എന്താടാ? എന്തൂസിയാസ്റ്റിക്, ഈഗർ, ഉത്സാഹമുള്ള. സീലസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തൂസിയാസ്റ്റിക്, ഈഗർ, ഉത്സാഹമുള്ള. അപ്പോൾ എന്താ ചെയ്യുക? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് കേട്ട് പഠിക്കുക കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനോണിംസ് ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ ഈ വീഡിയോയെ കുറിച്ചിട്ട്. പിന്നെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പരീക്ഷയ്ക്ക് എടുക്കാനായി എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു പോവുക. സിനോണിംസ്, ആനോണിംസ്, സബ്സ്റ്റിറ്റ്യൂഷൻ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ അതുപോലെ തന്നെ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, ഇതൊക്കെയാണ് നമ്മുടെ വൊക്കാബുലറി സൈഡിൽ നിന്ന് വരുന്നത്. അതിൽ ഞാൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഡിയംസ് ഇട്ടിട്ടുണ്ട്, ഫ്രേസൽ വെർബ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചാനലിൽ കയറിയിട്ട് കണ്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.